വന്നിരിക്കുന്ന ഈ ഒരു ഷോർട്ട് സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പം എക്സാമിന് ഒരു മോസ്റ്റ്ലി എന്തായാലും 99% നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്നത്. അതായത് 5 ഇയർ പ്ലാൻസിൻ്റെ ഗോൾസ് എന്തൊക്കെയാണ്, ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ് ആണ്. അപ്പോൾ നമുക്ക് 5 ഇയർ പ്ലാൻസ് വന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലേ. അപ്പം അതിൽ മെയിൻലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്തിനാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു 5 ഇയർ പ്ലാൻസ് നടപ്പാക്കിയെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ പറയുവാണെങ്കിൽ 4 ഗോൾസ് ആണ് നിങ്ങൾ മെയിൻലി പറയേണ്ടത്. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. ഈ 4 ഗോൾസ് ആണ് എന്ത് നമുക്ക് വരുന്നത്. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. ഈ 4 പോയിന്റ്സ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടായിരിക്കണം. ആൻഡ് അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രിയുടെ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസിൽ വരുന്ന ഇൻക്രീസിനെയാണ് ഗ്രോത്ത് കൊണ്ട് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ മോഡേണൈസേഷനിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഗ്രോത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു ഗോൾ. പിന്നെ മോഡേണൈസേഷൻ്റെ ഒരു മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പുതിയ ടെക്നോളജീസ് ഉപയോഗിക്കുക അല്ലേ. മാക്സിമം നമ്മൾ പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ജമീന്ദാസ് എന്നൊക്കെ പറഞ്ഞ ലാൻഡ് ലോഡും ജന്മി കുടിയാൻ എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് സിസ്റ്റംസിൽ നിലനിന്നൊരു കൺട്രി ആയിരുന്നു നമ്മുടെ. അപ്പോൾ അത് മാറി നമ്മുടെ ആ ഒരു സോഷ്യൽ ഔട്ട്ലുക്കിലും ചേഞ്ച് വരണം. അതും കുറച്ചുകൂടി മുന്നോട്ടേക്ക് വരണം, പുതിയ രീതിയിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ്. അപ്പോൾ 2 ഗോൾ, ഒന്ന് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ്. അതാണ് കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ആണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ ടെക്നോളജി യൂസ് ചെയ്യുക, സോഷ്യൽ ഔട്ട്ലുക്കിൽ ചേഞ്ച് വരുത്തുക. പിന്നെ സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ കൺട്രീസ് കുറയ്ക്കുക, റെഡ്യൂസ് ദ ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ കൺട്രീസ്. നമുക്ക് നമ്മുടെ ഇതിൽ തന്നെ പ്രത്യേകിച്ച് എന്തിൻ്റെ കാര്യത്തിൽ, ഫുഡ് അല്ലേ, ഫുഡ് ഐറ്റംസിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫോറിൻ കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ അതാണ് മെയിനായിട്ട് വരുന്ന അടുത്തൊരു ഗോൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് എന്താണ്, ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി ഇന്ത്യൻ ഷുഡ് ബി ഏബിൾ ടു മീറ്റ് ദെയർ ബേസിക് നീഡ്സ്. ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒരുപോലെ സാധിക്കണം, എല്ലാവരിലേക്കും അത് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നല്ല. അപ്പോൾ ഈ 4 ഗോൾസ് നിങ്ങൾ മസ്റ്റായിട്ട് എന്താണ് എഴുതേണ്ടതാണ്. പിന്നെ അതിൽ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങളുടെ മാർക്കിനനുസരിച്ച് ഇപ്പോൾ ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റൻ ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ആഡ് ചെയ്ത് നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. അതായത് ഇപ്പോൾ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ഇക്കോണമി വരുന്നുണ്ട്. ഈ ഓരോ ഇക്കോണമിയിൽ ഓരോ സെക്ടേഴ്സിൽ നിന്നും നമ്മുടെ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനാണ് ഈ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യം, അത് പറയുക. പിന്നെ മോഡേണൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ന്യൂ ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രം ആവരുത്, അതിൽ മാത്രം ഫോക്കസ്ഡ് ആവരുത്. അതിന് പുറമെ നമുക്ക് എന്താണ് സോഷ്യൽ ഔട്ട്ലുക്കിൽ വരുത്തേണ്ട ചേഞ്ചസിനെ കുറിച്ചും കൂടി സംസാരിക്കുക. പിന്നെ സെൽഫ് റിലയൻസിലേക്ക് വരുന്ന സമയത്ത് ഫുഡ് ഐറ്റംസിൻ്റെ കാര്യത്തിൽ മെയിൻലി എന്നുള്ളത് എടുത്ത് പറയുക. അതായത് നമ്മൾ സെൽഫ് റിലയൻ്റ് ആയിരിക്കണം, നമ്മൾ പുറമെ നിന്ന് അത് ഇമ്പോർട്ട് ചെയ്യരുത്. പിന്നെ ഇക്വിറ്റി സെയിം കാര്യം പറയുന്നത് പോലെ ഉറപ്പ് വരുത്തുക. അതായത് എല്ലാവരിലേക്കും ഇത് എല്ലാ ബേസിക് നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നല്ലപോലെ പഠിച്ചു വെക്കുക. അടുത്തൊരു ഷോർട്ട് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ടാറ്റ ബൈ.